ഹലോ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? വീക്കെൻഡ് കഴിഞ്ഞു. നാളെ ഒരു പുതിയ വീക്ക് സ്റ്റാർട്ട് ആവുകയാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സ് കൊടുത്തിടണ്ടേ? എന്താ പരിപാടി? ഒരു അടിപൊളി റെസിപ്പി പറഞ്ഞു തരട്ടെ. 2 സവാളയും ക്യാപ്സിക്കമും ടൊമാറ്റോയും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കുക. ഇനി വേവിച്ച് വെച്ചേക്കുന്ന 1 കപ്പ് ബസ്മതി റൈസ് അതും കൂടി ഒന്ന് എടുത്ത് വയ്ക്കുന്നുണ്ട്. ഒരു മസാല തയ്യാറാക്കാനായിട്ട് മിക്സിയുടെ ചെറിയ ജാറിലോട്ട് 5 മുതൽ 6 അല്ലി വെളുത്തുള്ളി, എരിവിന് വേണ്ടിയിട്ട് 5 വറ്റൽമുളക് ഇവ ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഇതുപോലെ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനിയും കാര്യങ്ങളൊക്കെ ചടപടെ നടക്കും. ഫ്ലെയിം ഒന്ന് മീഡിയത്തിലാക്കിയതിന് ശേഷം കടായി വയ്ക്കുക. ഇതിലോട്ട് 1.5 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിൽ ഒഴിച്ചെടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം കടുക്, ഉഴുന്നുപരിപ്പ്, കുറച്ച് കരിവേപ്പില കൂടെ ചേർക്കുക അല്ലേ. ഇനി ഇത് 1-2 മിനിറ്റ് കടുവറ അങ്ങനത്തെ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർത്തെടുക്കുക. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചോറിൽ കുറച്ച് ഉപ്പ് ചേർത്തിട്ടാണ് വേവിച്ചെടുത്തത്, അത് മറക്കല്ലേ. ഇനി സവാള ചെറുതായിട്ട് കളർ മാറി വരുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന ആ കാര്യങ്ങളൊക്കെ ഒന്ന് എടുത്ത് അതും കൂടി ഇതിലോട്ട് ചേർത്തെടുക്കാം. 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ വെളുത്തുള്ളിയിലൊക്കെ നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോയും കൂടെ ചേർത്തെടുക്കുക. ഇനി ഈ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടണം. അതിനുവേണ്ടി ലിഡ് അടച്ചിട്ട് 2 മുതൽ 3 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ടൊമാറ്റോ ഒക്കെ നന്നായിട്ടും സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. കുറച്ച് ഈർപ്പം ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചതിൽ ഒരു ഐറ്റം നമ്മൾ എടുത്തിട്ടില്ലല്ലോ, ക്യാപ്സിക്കം, അതും കൂടി ചേർത്തെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തെടുക്കുക. ഇതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറിയതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്തെടുക്കുക. പരിപാടികളൊന്നും ഇല്ല കേട്ടോ. അതായത് ചോറും മസാലക്കൂട്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിടും. ഇനി ഒരു ഗുമ്മിന് വേണ്ടിയിട്ട് ഒരു സ്പൂണൊക്കെ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് മിക്സ് ആക്കി ഒത്തിരി സ്റ്റൈൽ കുറയ്ക്കണ്ട കേട്ടോ. ഇനി ലാസ്റ്റ് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ആകാം. മടിയുള്ള ദിവസങ്ങളിലോ അല്ലെങ്കിൽ തിരക്കുള്ള ദിവസങ്ങളിലോ ട്രൈ ചെയ്യാൻ പറ്റിയ സിമ്പിളായിട്ടുള്ള റൈസിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലത്തെ സിമ്പിൾ റെസിപ്പിക്കായി പേജ് ഫോളോ ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്